നോമ്പിൻ്റെ ഫർളുകളിൽ രണ്ടാമത്തേത് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെയാണ് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ? സംയോഗം ചെയ്യൽ, മൈഥുനം ചെയ്യൽ. ഇത് ആദ്യം പറഞ്ഞത് വലിയ ഗൗരവമുള്ള കാര്യമാണ്, അതിനെ സംബന്ധിച്ച് പിന്നീട് വിവരിക്കാം. മറ്റൊന്ന് ഇസ്തിംന ആണ്, മൈഥുനം ചെയ്യൽ. അതുകൊണ്ട് നോമ്പ് ബാത്തുലായി പോകും. ഉണ്ടാക്കി ഛർദ്ദിക്കൽ, സ്വാഭാവികമായ ഛർദിക്ക് കുഴപ്പമില്ല. നമ്മുടെ പ്രവർത്തനം കൊണ്ട് നാം തന്നെ മനഃപൂർവ്വം ഉണ്ടാക്കിയ ഛർദിയാണെങ്കിലാണ് നോമ്പ് മുറിയുന്നത്. പിന്നെ തുറക്കപ്പെട്ട ദ്വാരങ്ങളിലൂടെ അകത്തേക്ക് വല്ലതും പ്രവേശിക്കുക എന്നുള്ളതാണ്. ഇത് വിശാലമായ ഒരു ചർച്ചയാണ്. ഏതൊരു ഖരപദാർത്ഥവും അല്ലെങ്കിൽ ദ്രവ്യങ്ങളും ദ്രാവകങ്ങൾ അത് അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നോമ്പ് മുറിഞ്ഞു പോകും. അപ്പോൾ ചിലർ സംശയിപ്പിക്കുന്നതാണ് പുക വലിച്ചാൽ നോമ്പ് മുറിയുമോ ഇല്ലേ എന്നുള്ളത്. പുക തടിയുള്ള വസ്തുവാണോ എന്ന്. ഖുലാസയിൽ പറയുന്നത് ഈ പുക ഉറപ്പായിട്ടും തടിയുള്ള വസ്തുവാകുന്നു എന്നാണ്. അതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ പുക വലിച്ചാൽ നോമ്പ് മുറിയും. എന്നാൽ ചില ആധുനിക പണ്ഡിതന്മാരിൽ പെട്ടവർ പറയാറുണ്ട്, പുക ഒരിക്കലും തടിയുള്ള വസ്തുവല്ല, അതുകൊണ്ട് തന്നെ പുക വലിച്ചാൽ നോമ്പ് മുറിയുകയില്ല എന്ന്. പുക വലിക്കുമ്പോൾ അത് സാധാരണഗതിയിൽ ഒരു പുകയല്ല. ആദ്യമേ അതിലൊരു കാര്യം മനസ്സിലാക്കാനുണ്ട്. പ്രകൃതിയിൽ നിന്നും നമ്മുടെ ഉദ്ദേശ്യമില്ലാതെ അകത്തേക്ക് പുക പ്രവേശിക്കുന്നത് പോലെയല്ല നാം പുക വലിച്ചുകൊണ്ട്, ബീഡി വലിച്ചുകൊണ്ട്, സിഗരറ്റ് വലിച്ചുകൊണ്ട് അകത്തേക്ക് പുക ആക്കുന്നത്. നമ്മൾ വലിച്ച് അകത്തേക്ക് പുക ആക്കുന്നതും പ്രകൃതിയിൽ നിന്ന് നമ്മുടെ ഉദ്ദേശ്യപൂർവമല്ലാതെ പുക അകത്തേക്ക് പ്രവേശിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന്. അപ്പോൾ പിന്നെ പുക വലിക്കുന്ന ആളുടെ പുകയിൽ എന്താണ് തടിയായിട്ടുള്ള വസ്തു ഉള്ളത്? എന്താണതിൽ പിന്നെ അടങ്ങിയിട്ടുള്ളത്? ഓരോ പുകവലിയിലും സിഗരറ്റ്, ബീഡി പോലെയുള്ള വസ്തുക്കളിൽ നിക്കോട്ടിൻ അടങ്ങിയിട്ടുണ്ട്. നിക്കോട്ടിൻ ഒരു ഖരപദാർത്ഥമാണല്ലോ. അതുപോലെ അതിൽ കരി അടങ്ങിയിട്ടുണ്ടാകും. കരി കണങ്ങളുണ്ടാകും. ഇങ്ങനെ ഈ വസ്തുക്കളൊക്കെ പുക വലിക്കുമ്പോൾ, ബീഡി വലിക്കുമ്പോൾ, സിഗരറ്റ് വലിക്കുമ്പോൾ, അതുപോലെയുള്ളവയൊക്കെ വലിക്കുമ്പോൾ അടങ്ങിയിട്ടുണ്ടാകും. നിക്കോട്ടിനുണ്ട്, കരിയുണ്ട്, അതിൻ്റെ കണങ്ങളുണ്ട്. ഇതെല്ലാം നമ്മൾ ചുണ്ടിൽ വച്ചിട്ട് ബീഡി അങ്ങ് മേലോട്ട് വലിച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രകൃതിയിൽ നിന്നും നമ്മുടെ ഉദ്ദേശമില്ലാതെ അകത്തേക്ക് കയറുന്ന പുകയല്ല, നമ്മൾ തന്നെ വലിച്ചുണ്ടാക്കുന്നതാണ്, വലിച്ച് കയറ്റുന്നതാണ്. ഇത് രണ്ടും വ്യത്യാസമുണ്ട്. അങ്ങനെ വലിച്ച് കയറ്റുമ്പോൾ തന്നെ വെറും പുകയല്ല ഈ കയറുന്നത്, അതിൽ ഈ പറഞ്ഞ ഘടകങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ട് പുക വലിച്ചാൽ നോമ്പ് മുറിയും എന്നാണ് വിധിക്കേണ്ടത്. അതുമാത്രമല്ല, സിഗരറ്റിൻ്റെ പാക്കറ്റിൽ തന്നെ കാണാൻ കഴിയും പുക വലിക്കുന്ന ആളുടെ ഹാർട്ടിൻ്റെ അവസ്ഥ, ഹൃദയത്തിൻ്റെ അവസ്ഥ. അത് കറ പിടിച്ചിട്ട് നിറം മാറി വന്നതും പിന്നീട് അത് ക്യാൻസർ പോലെയുള്ള രോഗത്തിലേക്ക് എത്തിക്കുന്നതും ഹാർട്ട് സംബന്ധമായ അസുഖങ്ങൾ വരുത്തുന്നതും. അതുപോലെ ചില ആളുകൾ, സ്ഥിരമായി പുകവലിക്കുന്ന ആളുകൾ, ഈ സുഖമില്ലാതെ കാർക്കിച്ച് തുപ്പുമ്പോൾ അവരുടെ ആ കഫത്തിൽ ഈ പുകയുടെ കരി, ബീഡി വലിച്ചതിൻ്റെ, സിഗരറ്റ് വലിച്ചതിൻ്റെ കരി അടങ്ങിയ കഫം നമുക്ക് ആശുപത്രികളിൽ വെച്ചിട്ട് രോഗികൾ കാർക്കിച്ച് തുപ്പുമ്പോൾ, കുരച്ച് തുപ്പുമ്പോൾ നമുക്ക് കാണാൻ കഴിയാറുണ്ട്. അങ്ങനെ ചുമച്ച് തുപ്പുന്ന ആ കഫത്തിലേക്ക് നോക്കിയാൽ ഈ കരി കാണാൻ കഴിയും. അപ്പോൾ തീർച്ചയായും ഈ ബീഡി, പുക എന്നൊക്കെ പറയുന്ന സിഗരറ്റ് പോലെയുള്ള പുകവലിയിൽ ആ പുകയിൽ നിക്കോട്ടിനും കരിയും കണങ്ങളും അടങ്ങിയിട്ടുണ്ട് എന്നതിനാൽ അത് തടിയുള്ള വസ്തുവായി മാറുന്നു. അതുകൊണ്ട് പുകവലിച്ചാൽ നോമ്പ് മുറിയും എന്ന് വിധിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ പുകയില ഉൽപ്പന്നങ്ങളുണ്ട്.
തമ്പാക്കെന്ന് പറയും, പുകയില ഉൽപ്പന്നങ്ങൾ. അത് പലപ്പോഴും നാവിൻ്റെ ചുവട്ടിൽ വെക്കുന്നവരുണ്ട്, ചുണ്ടിൻ്റെ അടിയിൽ വെക്കുന്നവരുണ്ട്, അത് വായിലിട്ടിട്ട് ഇങ്ങനെ ചവച്ച് കൊണ്ടിരിക്കുന്നവരുണ്ട്. നേരത്തെ പറഞ്ഞത് വലിയാണ്, ഇപ്പോൾ പറഞ്ഞത് ചവക്കുന്നതാണ്. ഈ പുകയില വായിലിട്ടിട്ട് ഇങ്ങനെ ചവക്കും. ഈ സമയത്ത് നോമ്പ് മുറിയും എന്നതാണ്. എന്തുകൊണ്ട് അതുകൊണ്ട് നോമ്പ് മുറിയും? വായിൽ വെച്ചു എന്നത് കൊണ്ട് നോമ്പ് മുറിയോ? അങ്ങനെ ചവച്ചാൽ അത് കറാഹത്താകുന്നു. എന്തെങ്കിലും വസ്തു വായിലിട്ട് ചവക്കൽ കറാഹത്താണ്, നോമ്പ് മുറിയും എന്നൊന്നും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ അത് ചവച്ചുകൂടെ? നോമ്പ് മുറിയും എന്നതിനാ പറയുന്നതെന്ന് ചോദിക്കുന്നവരുണ്ടാവും. അവരോടാണ് പറയുന്നത്, ഈ പുകയില ചവക്കുമ്പോഴും നാവിൻ്റെ ചുവട്ടിലോ ചുണ്ടിൻ്റെ ഇടയിലൊക്കെ വെക്കുമ്പോഴോ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിലും പലതും അടങ്ങിയിട്ടുണ്ട്. അഥവാ ഈ പുകയിലയിൽ രസങ്ങൾ അടങ്ങിയിട്ടുണ്ട്, അതുപോലെ കണങ്ങൾ അടങ്ങിയിട്ടുണ്ട്, രാസഘടകങ്ങളും ഉണ്ട്. ഇതെല്ലാം നമ്മുടെ വായിലേക്ക് വെക്കുന്നതോട് കൂടെ തന്നെ അത് ഉമിനീരുമായി കലർന്ന്, ഉമിനീരുമായി ഈ പറഞ്ഞ ഘടകങ്ങളൊക്കെ, ബാഹ്യമായ ഘടകങ്ങളൊക്കെ ഉമിനീരുമായി കലർന്നിട്ടുണ്ടാകും. ആ ഉമിനീര് പിന്നീട് നമ്മുടെ അകത്തേക്ക് ഇറക്കും. അപ്പോൾ സാധാരണ ഉമിനീര് ഇറക്കിയാൽ നോമ്പ് മുറിയില്ല. എന്നാൽ ആ ഉമിനീരിനോട് വല്ലതും കൂടി കലർന്നതാണെങ്കിൽ നോമ്പ് മുറിയുമല്ലോ. അപ്പോൾ ഈ പുകയില വായിലിട്ട് ചവക്കുകയോ ചുണ്ടിനടിയിൽ വെക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഉമിനീരുമായി അതിൻ്റെ രസങ്ങളും രാസഘടകങ്ങളും കണങ്ങളും കലർന്നത് കൊണ്ട് ആ ഉമിനീരാണ് പിന്നീട് ഇറങ്ങുന്നത്. അതുകൊണ്ട് നോമ്പ് മുറിയും എന്നാണ് മനസ്സിലാക്കേണ്ടത്.